യുവ കർഷകനുള്ള ഡോക്ടർ രോഹിണി അയ്യർ പുരസ്കാരത്തിന് അർഹനായി വള്ളികുന്നം സ്വദേശി ഷാജഹാൻ. 26-ന് തഴവ നവശക്തി ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് പുരസ്കാരം സമ്മാനിക്കും. തരിച്ചുകിടന്ന ഭൂമിയിൽ കൃഷി ചെയ്ത് ആ ഭൂമിയിൽ പൊന്നുവിളയിച്ച് താരമായി മാറിയിരിക്കുകയാണ് വള്ളികുന്നം തെക്കേമുറിയിൽ MS എന്നറിയപ്പെടുന്ന ഷാജഹാൻ. തഴവ പഞ്ചായത്തിൽ തരിച്ചുകിടന്ന 7 ഏക്കറോളം ഭൂമി കണ്ടെത്തിയാണ് ഷാജഹാൻ കൃഷി ആരംഭിച്ചത്. പാവുമ്പ, കൈരളിമുക്ക്, മണപ്പള്ളി എന്നീ പ്രദേശങ്ങളിലെ ഭൂമി കണ്ടെത്തി ഉടമകളുടെ അനുവാദത്തോടെയാണ് ഷാജഹാൻ കൃഷി തുടങ്ങിയത്. പരീക്ഷണം എന്ന നിലയിൽ വാഴ, മരച്ചീനി, മുളക് എന്നിവയാണ് ആദ്യമായി കൃഷി ചെയ്തത്. തുടർന്ന് മണ്ണിൽ പൊന്നു വിളയിക്കുകയായിരുന്നു ഈ യുവ കർഷകൻ. എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ തഴവ പഞ്ചായത്ത് ഇതല്ല വേറെ സൈറ്റിൽ ഞാനൊരു 40 സെൻറ്റിനകത്ത് പച്ചക്കറി ചെയ്ത് തുടങ്ങി അവിടുന്ന് വാഴ നട്ട് ഞാൻ അങ്ങനെ കയറി ആദ്യമൊക്കെ ഒരുപാട് പൈസ ചിലവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് ഒരു വരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാർ ഒരുപാട് പേര് ജോലിയില്ലാതെ നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ ഇതിനകത്തോട്ട് വരുന്നത് നല്ല കാര്യമായിരിക്കും. നൂതന കൃഷിരീതിയാണ് ഇദ്ദേഹം അവലംബിച്ചിരിക്കുന്നത്. ആവശ്യക്കാർക്ക് വിവാഹ ആവശ്യത്തിനും മറ്റും തനി നാടൻ വാഴക്കുലയും തൂശനിലയും വീട്ടിലെത്തിക്കുന്നു. യുവ കർഷകനുള്ള ഡോക്ടർ രോഹിണി അയ്യർ അനുസ്മരണ പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായി. 26-ന് 3 മണിക്ക് തഴവ നവശക്തി ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി പി പ്രസാദ് പുരസ്കാരം സമ്മാനിക്കും. എനിക്ക് തഴവ പഞ്ചായത്തിലായിട്ട് 4 വാഴത്തോട്ടമുണ്ട്. അതിൽ ഒന്ന് ഇതാണ്. ഇവിടെ 1200 വാഴയുണ്ട്. ഇല നല്ല രീതിയിലാണ് ഇപ്പോൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ വാഴക്കൊലയും നല്ല കൊലയുണ്ട്. അതുപോലെ ചീനി നമ്മൾ ഇടവിളയായിട്ട് കുറച്ച് ചീനി ഇട്ടപ്പോണ്ട്. ചീനി എല്ലാം ഈ മാസം വിളവെടുക്കാറായി കിടക്കുക. ഏത്തവാഴയാണെങ്കിൽ അടുത്ത ഒരു 20 ദിവസത്തിനുള്ളിൽ ഏത്തവാഴയും വെട്ടിത്തുടങ്ങും. കൊല എല്ലാം റെഡിയായിരിക്കുക വിളഞ്ഞ്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.